ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് മെലിൻഡ എന്ന് പറഞ്ഞ ഒരു പെണ്ണെ അതിക്രൂരമായി കൊന്ന ഒരു കൊലപാതകത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഈ സംഭവം നടക്കുന്നത് 2017 USA അതും സ്ട്രോങ് വില്ല എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അവിടെ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ശാന്തമായിട്ടുള്ള ഏരിയയാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് അവിടെ ഉണ്ടെങ്കിൽ ഒരു കൊല്ലയോ അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളും നടക്കുന്നത്. അതുകൊണ്ട് ഭയങ്കര ശാന്തമായിട്ടുള്ളൊരു സ്ട്രീറ്റ് എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. പക്ഷേ അത് 2017 വരെ ആയിരുന്നു. ഇതിനു മുമ്പുണ്ടെങ്കിൽ 2016 അവിടുത്തെ ഉണ്ടെങ്കിൽ ഒരു കപ്പിൾസ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ബ്രൂസ് ആൻഡ് മെലിൻഡ എന്ന് പറഞ്ഞ 2 പേര്. അവർ ലേറ്റസ്റ്റ് ആയിട്ട് മാരേജ് ആയിട്ടൊന്നുമല്ല, ഒരുപാട് വർഷങ്ങളായിട്ട് മാരേജ് കഴിഞ്ഞ് അവർ താമസിക്കുന്നവരാണ്. അവിടെ ഉണ്ടെങ്കിൽ അവർക്ക് 2 മക്കളാണുള്ളത്. ഒന്ന് അന്ന എന്ന് പറയുന്നതും പിന്നെ കേൽ എന്ന് പറഞ്ഞ 2 പേരാണുള്ളത്. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ അന്ന ഉണ്ടെങ്കിൽ ഒരാളുമായിട്ട് ഇഷ്ടപ്പെടുകയും അതിനുശേഷം കല്യാണം കഴിച്ച് അവർ വേറെ വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഉണ്ടെങ്കിൽ അവരുടെ 2 പേരെ അത്ര സ്റ്റേബിളായിട്ടുള്ള ഒരു ജോലിയൊന്നും ഇല്ലായിരുന്നു. കുറച്ച് ശമ്പളം മാത്രം കിട്ടുന്ന ജോലി മാത്രമായിരുന്നു. അന്ന ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ജെഫ് ഉണ്ടെങ്കിൽ അടുത്തുള്ള വേറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നോർമലായിട്ടൊരു ബിസിനസ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ അതുകൊണ്ട് തന്നെ അവർ എക്കണോമിക്കലി ഭയങ്കര സ്റ്റേബിളൊന്നും ആയിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ അന്നയ്ക്കും ജെഫിനും ഉണ്ടെങ്കിൽ ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നൊരു ടൈം. ഇതറിഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ ബ്രൂസും അതോടെ തന്നെ മെലിൻഡയും ഭയങ്കരമായിട്ട് സന്തോഷമായിരുന്നു. കാരണം അവർക്ക് ഒരു കൊച്ചുമോളെ കിട്ടാൻ പോകുന്നുള്ളൊരു കാര്യം അറിഞ്ഞ്. പക്ഷേ ആ സമയത്ത് ഇവർക്ക് കുറച്ച് ടെൻഷനായി. കാരണം എന്ന് പറഞ്ഞാൽ ഇവർ അത്ര എക്കണോമിക്കലി സ്റ്റേബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ ഇവർക്കുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു കുഞ്ഞും കൂടെ ഇനി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അവരുടെ ചിലവ് ഭയങ്കരമായിട്ട് കൂടുന്നതായിരിക്കും. അവർക്ക് ഭയങ്കരമായിട്ട് എക്കണോമിക്കലി ഭയങ്കര പ്രോബ്ലം വരുമെന്ന് മനസ്സിലാവുകയും ചെയ്തു. സോ എങ്ങനെയെങ്കിലും ഉണ്ടെങ്കിൽ ഇവരെ സഹായിക്കണമെന്ന് അവർക്ക് 2 പേർക്കും ഭയങ്കരമായിട്ട് ആഗ്രഹം തുടങ്ങി. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവരുണ്ടെങ്കിൽ ഒരു കാര്യം അഡ്വൈസായിട്ട് പറയുകയാണ്, നിങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങളെ വീട്ടിൽ വന്ന് താമസിക്കുക, എന്തായിരുന്നാലും ശരി നിങ്ങൾക്ക് അപ്പോൾ റെൻറ്റ് കൊടുക്കാനുള്ള പൈസ കുറയുന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഈ കാര്യം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അന്ന എന്ന് ജെഫിൻ്റെ അടുത്ത് പറയുമ്പോൾ ജെഫും അത് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കുണ്ടെങ്കിൽ ഇവരുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ ഇരിക്കുമ്പോഴാണ് ഈ കുഞ്ഞും ജനിക്കുന്നത്. സോ അങ്ങനെ സന്തോഷമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് 2016 സോ അങ്ങനെ സന്തോഷമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു ദിവസം ഈ ബ്രൂസും മെലിൻഡയും ഒരു കാര്യമായിട്ടുണ്ടെങ്കിൽ വെളിയിൽ പോയിട്ട് അന്നത്തെ ദിവസം രാത്രി അവർ ആഹാരം കഴിച്ചിട്ട് വെളിയിലോട്ടൊക്കെ നോക്കുമ്പോഴത്തേക്ക് 3 പേരുണ്ടെങ്കിൽ മാസ്ക് ഇട്ടുണ്ടെങ്കിൽ അവരുടെ വീടിന് മുമ്പിൽ നിൽക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. ഈ ജെഫിന് ആദ്യമേ കണ്ടപ്പോഴത്തേക്ക് കുറച്ച് സ്ട്രേഞ്ച് ആയിട്ടാണ് ജെഫിനെ തോന്നിയത്. സോ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് നോക്കാമെന്ന് വിചാരിച്ച് അവൻ പോവുകയാണ് ചെയ്തത്. പിന്നെ അവിടെ വന്ന് നോക്കിയപ്പോൾ അവരവിടെ നിൽക്കുന്നതായിട്ടാണ് ശ്രദ്ധയപ്പെടുന്നത്. സോ ഇത് കണ്ടപ്പോൾ അവന് ഭയങ്കരമായിട്ട് ടെൻഷനായി, എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നോക്കുമ്പോൾ അവർ അവിടെ തന്നെ എന്നുള്ളൊരു കാര്യം മനസ്സിലായി. അതേ സമയത്തുണ്ടെങ്കിൽ അവരുണ്ടെങ്കിൽ അവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് 2 പേര്. ബാക്കി 2 പേരുണ്ടെങ്കിൽ അവരുടെ വീടിന് ആ വെളി സൈഡിൽ വന്നതിന് ശേഷം അവിടെ ഒരു ജമ്പിങ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമുണ്ട്. അതിൻ്റെ മേളിൽ കയറി ജമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ അങ്ങനെ നിന്നപ്പോൾ ഇവന് ഭയങ്കരമായിട്ട് ടെൻഷനായി പോലീസിനെ വിളിച്ച് കാര്യം പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പോലീസ് അവിടെ ഒന്ന് നോക്കിയപ്പോൾ കാണാം അവിടെ അങ്ങ് ആരും വന്നതായിട്ട് ഒരു തെളിവുകളോ അങ്ങനത്തെ ഉള്ള ഒരു കാര്യങ്ങളും ഇല്ല. അവിടെയൊക്കെ അടിച്ചു പറക്കി. സോ പോലീസിനൊരു ഡൗട്ട്, ഇവിടെ ആരെങ്കിലും വന്നതാണോ, യഥാർത്ഥത്തിൽ വന്നോ എന്നുള്ളൊരു ഡൗട്ട് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജെഫിൻ്റെ അടുത്തുണ്ടെങ്കിൽ പോലീസ് ചോദിക്കുന്നത്, നിങ്ങൾ പറഞ്ഞ സത്യമാണ്, ഇവിടെ ആരും വന്നതായിട്ട് ഒരു തെളിവും ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ജെഫ് പറയുന്നുണ്ട്, ഞാൻ സത്യമാണ് പറയുന്നത്, 3 പേര് ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതെന്ന് പറയുന്നുണ്ട്. സോ ഇത് കേട്ടപ്പോൾ പോലീസ് പറയുന്നുണ്ട്, ഓക്കെ ഇനി അടുത്തോട്ട് ഇതേ കണക്ക് വരുമെന്ന് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഞങ്ങളെ വിളിച്ച് കാര്യം പറയാൻ പറയുന്നുണ്ട്. അങ്ങനെ ഈ സംഭവം പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ബ്രൂസും മെലിൻഡയും അവിടെ തിരിച്ചു വരിക അവരുടെ അടുത്ത് ഈ കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. സോ അവർക്ക് ഭയങ്കര അത്ഭുതമായിപ്പോൾ. ഇത്രയും വർഷങ്ങളായിട്ട് 27 വർഷങ്ങളായിട്ട് ഇവർ ഇവിടെയാണ് ജീവിക്കുന്നത്. സോ ഇതുവരെ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. സോ ജെഫ് ഇത് കള്ളം പറയാമെന്നൊന്ന് അവർക്കൊരു ഡൗട്ട് വരാൻ തുടങ്ങി. സോ പക്ഷേ എന്നാൽ പോലും അത് ആദ്യമേ അവർ ചിന്തിച്ച് ആദ്യമേ അവർക്കൊരു സേഫ്റ്റി ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ആക്കണമെന്നുള്ളൊരു തീരുമാനമാണ് അവർ എടുത്തത്. സോ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നാൾ ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ 3-4 മാസം കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ ഈ അന്നയും കുഞ്ഞും മാത്രമേ വീട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്തുണ്ടെങ്കിൽ പെട്ടെന്ന് താഴത്തെ ഡോറിൽ നിന്ന് ഒരു സൗണ്ട് വരുന്നതായിട്ട് കേൾക്കും. സോ തൻ്റെ ഭർത്താവ് തിരിച്ചു വന്ന് ചിലപ്പോൾ തൻ്റെ ഉണ്ടായിരുന്ന താക്കോലുണ്ടെങ്കിൽ മിസ്സായി കാണും, അതുകൊണ്ടാണ് തുറക്കാൻ വേണ്ടി വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വിചാരിച്ചു അങ്ങനെ കഥവിൻ്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കഥ ഉണ്ടെങ്കിൽ ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ ഒരു കഥവാണ്. സോ അപ്പുറത്തേക്കുന്ന ആൾക്കാരെ കണ്ടാൽ മനസ്സിലാവും. പെട്ടെന്ന് അന്ന കണ്ടത് വേറെ ഒരാൾ, പരിചയമില്ലാത്ത ഒരാളാണ് ഈ കഥ തുറക്കാൻ വേണ്ടി ശ്രമിക്കുന്നതെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഉടനെ തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കുറച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ മേലിൽ ഓടിച്ചെന്ന് പോലീസിനെ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പോലീസ് പിന്നെ അവിടെ വരുന്നുണ്ട്. അങ്ങനെ പോലീസ് അവിടെ വന്നതിന് ശേഷം നോക്കുമ്പോൾ പിന്നെ അവിടെ ഒന്നും ആരും വന്നതായിട്ട് ഒരു തെളിവും ഇല്ല. ഇപ്പോൾ ആരെങ്കിലും കഥ തുറക്കാൻ ശ്രമിച്ചതെങ്കിലും എന്തെങ്കിലും ഒരു തെളിവ് കാണാൻ ഇത് ഇരിക്കത്തില്ല. പക്ഷെ അങ്ങനത്തെ ഒരു തെളിവും ഇല്ല. പോലീസിനോട് പിന്നെയും ഡൗട്ടായി ഇവർ കള്ളം പറയുകയാണെന്നുള്ളൊരു കാര്യം. പിന്നെയും പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഇതേ കണക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായി നിങ്ങൾ പെട്ടെന്ന് തന്നെ വിളിക്കുമെന്നുള്ള പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ കുറച്ച് നാൾ പിന്നെയും കഴിഞ്ഞ് പോവുകയാണ്. അങ്ങനെ 2017 എത്തുന്നുണ്ട്. ഇതേ ദിവസം ഒരു രാത്രിയിലുണ്ടെങ്കിൽ അന്ന ഉറങ്ങുന്നതിന് മുമ്പ് ഒരു
സൗണ്ട് കേൾക്കുകയാണ്. ഇതേ കണക്ക് കതവ് ആരോ തുറക്കാൻ ശ്രമിക്കുന്ന കണക്ക്. ആ സമയത്തുണ്ടെങ്കിൽ അന്ന വിചാരിക്കുന്ന ഇതേ കണക്ക് പിന്നെ ഞങ്ങൾ പോലീസിനെ വിളിച്ചാൽ തീർച്ചയായിട്ടും അവർ വരും, ആരും കാണത്തില്ല, പിന്നെ അവർക്ക് ഞങ്ങളുള്ള ദേഷ്യലോ ഫ്രസ്ട്രേഷനോ കൂടത്തേ ഉള്ളതെന്ന് വിചാരിച്ചാൽ അത് വിട്ടിട്ട് അന്ന കിടന്നുറങ്ങുകയാണ് ചെയ്യുന്നത്. അങ്ങനെ രാവിലെ എണീക്കുകയും ചെയ്യുന്നു. ആ സൗണ്ട് വന്നിടത്തേക്ക് പോകുന്നുണ്ട്. അവിടെ ഒന്നും ഒരു പ്രശ്നമുള്ളതായിട്ട് കാണുന്നില്ല. അങ്ങനെ അടുത്തുള്ള ഗാരാജിൽ പോയി നോക്കുമ്പോഴത്തേക്ക് കാണുന്നത് അവിടെ ഒരു കാർ ഉണ്ടായിരുന്നു. അവരുടെ ആ കാറിൻ്റെ ഗ്ലാസ് പൊടിച്ച് അകത്തിരുന്ന ലാപ്ടോപ്പൊക്കെ ആരും എടുത്തുകൊണ്ട് പോയിട്ടുള്ളൊരു ശ്രദ്ധയപ്പെട്ടു. സോ ഇതുകൊണ്ട് ഈ വിവരം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ തൻ്റെ അച്ഛനും അമ്മയും അറിയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവരുണ്ടെങ്കിൽ പെട്ടെന്ന് അവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയും ചെയ്യുന്നുണ്ട്. അവരുണ്ടെങ്കിൽ പോലീസിനെ വിളിച്ച് പറയുന്നു, ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ല ഇങ്ങനത്തെ കാര്യമുണ്ട്, നിങ്ങളിത് നേരത്തെ ചെയ്തിരുന്ന ഇത് പ്രശ്നം വരത്തില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞ് അവരുടെ അടുത്ത് പറയുന്നുണ്ട്. സോ അത് കഴിഞ്ഞിട്ട് അതിനെപ്പറ്റിയുള്ള അന്വേഷണം നടന്നിട്ട് പ്രത്യേകിച്ച് വേറെ ഡീറ്റെയിൽസും ഒന്നും കിട്ടുന്നില്ല. അതങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഉണ്ടെങ്കിൽ ഈ കാറിൽ നിന്ന് സൗണ്ട് കേൾക്കാൻ തുടങ്ങി. അതെ, ആ സ്പെയർ കീ ഉണ്ട് ഈ കാറിൻ്റെ, അതുണ്ടെങ്കിൽ മിസ്സായിട്ടുണ്ട്. അതാരോ രാത്രി തോറും ഉണ്ടെങ്കിൽ അതിങ്ങനെ ഞെക്കിയുണ്ടെങ്കിൽ അതിൽ നിന്ന് സൗണ്ട് വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. സോ അങ്ങനെ രാത്രി കൊണ്ട് അവർക്ക് കടന്നുറങ്ങാനൊന്നും പറ്റുന്നൊന്നുമില്ല. എന്നങ്ങനെ കുറേ ദിവസങ്ങൾ പോയി ഇതിനെപ്പറ്റിയുള്ള കംപ്ലയിൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വേറൊരു വിവരം അതിനെപ്പറ്റി ഒന്നും കിട്ടുന്നൊന്നുമില്ല. സോ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു ദിവസം ഉണ്ടെങ്കിൽ ഇതിനെ തുറന്ന് ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുകയാണ് ചെയ്യുന്നത്. ഇതേ കണക്ക് നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ട്, ഇത് നിർത്തുക, ഞങ്ങൾക്ക് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്, ഇത് നിങ്ങൾ നിർത്തിയേ പറ്റൂ എന്നുള്ളതിനെ തുടർന്ന് ഇങ്ങനെ ഇടുന്നതും ഇങ്ങനത്തെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നൊന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒരു പിന്നെയും തുറന്നുകൊണ്ടേയിരുന്നു. സോ ഇവരുണ്ടെങ്കിൽ ഫാമിലി ഒരു തീരുമാനം എടുക്കുക, ഇതിനെപ്പറ്റി എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അങ്ങനെ ഇവരുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് അവർ വേറൊരു പയ്യനുണ്ട്. അവർക്ക് കെയിൽ എന്ന് പറഞ്ഞൊരു പയ്യനാണ്, ഇവരുടെ ഏറ്റവും ഇളയ പയ്യനും കൂടിയാണ്. സോ അവനുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ പോലെയല്ല, കുറച്ച് ഡിസേബിൾ ആയിട്ടുള്ളൊരു പയ്യനാണ്. അവരുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നതുണ്ടെങ്കിൽ മെലൻറ്റയുടെ കൂടെയാണ്. അവളുടെ കൂടെ ഇരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ അവൻ ഭയങ്കരമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നത്. വേറെ ആരോടത്ത് പോയാലും ചിരിക്കുക അങ്ങനെയൊന്നും ചെയ്യത്തില്ല. അവനുണ്ടെങ്കിൽ ഇതിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ വേറൊരു സ്ഥലത്തോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ അവരുണ്ടെങ്കിൽ അത് വലിയ കാര്യമായിട്ട് എടുത്തില്ല. അവനെങ്കിലും സ്വസ്ഥമായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ച് വിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ 2017 ആഗസ്റ്റ് 10 വരികയും ചെയ്യുന്നുണ്ട്. ഈ അന്നയുടെ ഭർത്താവായ ജെഫ്, അദ്ദേഹത്തിൻ്റെ മോളും അതോടെ തന്നെ ഈ ബ്രൂസും ഉണ്ട്. ഈ അന്ന ജോലി ചെയ്തിരുന്നിടത്ത് പോവുകയും അവിടെ നിന്ന് ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം കഥയൊക്കെ തുറന്ന് അകത്ത് കയറുമ്പോഴത്തേക്ക് ഈ ബ്രൂസ് അടുക്കളയിൽ ചെന്ന് കണ്ടപ്പോൾ തന്നെ പെട്ടെന്ന് എന്തോ കണ്ട് ഞെട്ടി ഭയങ്കരമായിട്ട് നിലവിളിക്കുകയും ചെയ്യുന്നു. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ജെഫ് ഓടി വന്ന് കാണുന്നതുണ്ടെങ്കിൽ ഈ അന്നയുടെ അമ്മയുണ്ടെങ്കിൽ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. അവളെ ആരോ അതിക്രൂരമായി കുത്തി കൊന്നതായിട്ട് കാണുകയും ചെയ്യുന്നുണ്ട്. ഇത് കണ്ടപ്പോഴത്തേക്ക് തന്നെ അവർക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുകയും വിഷമവുമായി. ഉടനെ തന്നെ 911 വിളിച്ച് കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ പോലീസ് അവിടെ വരുമ്പോഴത്തേക്കുണ്ടെങ്കിൽ അവരുണ്ടെങ്കിൽ ഇത് കണ്ടപ്പോൾ അവർക്കും ഭയങ്കര വിഷമമായി. ഇവരുണ്ടെങ്കിൽ ആദ്യം തൊട്ട് ഈ കാര്യം കുറച്ച് സീരിയസ് ആയി എടുത്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ പെണ്ണ് മരിക്കത്തില്ലെന്നൊരു കാര്യം മനസ്സിലാവുകയും ചെയ്യുന്നു. സോ എങ്ങനെയെങ്കിലും ഈ കുറ്റവാളിയെ കണ്ടുപിടിക്കണമെന്ന് പോലീസിനും ഭയങ്കരമായിട്ട് വാശിയായി തുടങ്ങി. അങ്ങനെ 4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ ഇത് ആരാ ചെയ്തതെന്നുള്ള കണ്ടുപിടിക്കുക, അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത്. അത് വേറെ ആരുമില്ല, ഈ ജെഫ് എന്ന് പറഞ്ഞ ഈ ബ്രൂസിൻ്റെയും മെലിൻ്റെയുടെയും മോള് കല്യാണം കഴിച്ച അതേ ആൾ തന്നെയാണ് ഇവരെ കൊന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുകയാണ്. അതെ, ആ പെണ്ണെ കുത്തിക്കൊന്ന കത്തിയും അതോടെ തന്നെ തോക്കും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടെങ്കിൽ അവൻ്റെ റൂമിൽ തന്നെയാണ് കണ്ടുപിടിച്ചിട്ടുള്ള കാര്യം. സോ അവൻ്റെ അടുത്ത് കാര്യം ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത്, അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് ഒരു മോട്ടീവ് ഒന്നുമില്ല, പെട്ടെന്നൊരു ദിവസം ഒരു ദേഷ്യം എന്തോ ഒരു കാര്യം കൊണ്ടങ്ങ് ചെയ്തതാണ്. അന്നത്തെ ഉണ്ടെങ്കിൽ ഇതേ കണക്ക് രാവിലെ ഉണ്ടെങ്കിൽ അവനുണ്ടെങ്കിൽ അടുക്കളയിൽ കയറുമ്പോഴത്തേക്ക് ഈ മെലൻ്റെ അവിടെ നിൽക്കുകയാണ്. സോ അവൾക്കുണ്ടെങ്കിൽ ആദ്യമേ ഡൗട്ടൊന്നും വന്നില്ല. തൻ്റെ മോളുടെ ഭർത്താവ് ഉണ്ടെങ്കിൽ അടുക്കളയിൽ വരുന്നത് നോർമൽ കാര്യമാണ്. പക്ഷെ അവൻ വന്നതുണ്ടെങ്കിൽ എന്തെങ്കിലും കഴിക്കാനോ അങ്ങനത്തുള്ള കാര്യങ്ങൾക്കുമല്ല, അവിടെ നിന്ന് കത്തിയെടുത്ത് അവളെ അതിക്രൂരമായി 25 വട്ടം കുത്തുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഉണ്ടെങ്കിൽ പിന്നെയും അവൾ ചത്തൊന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി അവൻ്റെ കയ്യിരുന്ന് തോക്കെടുത്ത് 2 വട്ടം ഷൂട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ആ വീട്ടിലുണ്ടായിരുന്നത് 3 പേര് മാത്രമേ, ഈ ജെഫിൻ്റെ മോൾ, അതോടെ തന്നെ ഈ ഫിസിക്കലി ഡിസേബിളായ പയ്യനായ കേളും മാത്രമേ ഉള്ളായിരുന്നു. സോ അവർക്ക് 2 പേർക്ക് സൗണ്ട് കേട്ടാലും പ്രത്യേകിച്ച് എന്തോന്ന് അറിയാനും പറ്റത്തില്ല. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇതേ കണക്ക് റെസ്റ്റോറൻറ്റിൽ പോവുകയും തിരിച്ചു വന്നതിന് ശേഷം ഇതേ കണക്ക് നാടകം നടത്തുകയൊക്കെ ചെയ്തത്. അങ്ങനെ ഇതുകൊണ്ടൊക്കെ തെളിയിക്കപ്പെടുകയും അങ്ങനെ കോടതിയിൽ അവനെ കൊണ്ട് ഹാജരാക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്തുണ്ടെങ്കിൽ അവൻ അപ്പോളജൈസോ അങ്ങനെ ഒന്നും ചോദിച്ചില്ല. അവൻ ഇതുവരെ എന്തിനാണ് ഇത് ചെയ്തതെന്നുള്ള മോട്ടീവ് ഇതിൻ്റെ കാര്യം ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അതേ സമയത്തുണ്ടെങ്കിൽ ബ്രൂസ് പറഞ്ഞത്, ഞാൻ ഇന്നും വിഷമിക്കുന്ന എൻ്റെ മോനെ ഓർത്താണ്, എൻ്റെ ഭാര്യയാണ് അവനെ ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരുന്നത്, അവളുടെ അടുത്ത് ഇരിക്കുമ്പോൾ മാത്രമാണ് അവൻ എപ്പോഴും സന്തോഷിച്ചുകൊണ്ടിരുന്നത്. സോ ഇപ്പോഴുണ്ടെങ്കിൽ എപ്പോൾ നോക്കിയാലും അവൻ കഥവ് നോക്കിയാണ് ഇരിക്കുന്നത്. കാരണം അവൻ എപ്പോഴെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് അവൻ്റെ അമ്മ ഇതേ കണക്ക് കടന്നു വന്നാലോ എന്നുള്ളത്. സോ ആ സന്തോഷം നശിപ്പിച്ചത് അവനാണ്. സോ മാക്സിമം അവന് ശിക്ഷ കൊടുക്കണമെന്ന് അങ്ങനെ ബ്രൂസ് കോടതിയിലുണ്ടെങ്കിൽ പറയുകയാണ് ചെയ്യുന്നത്. അതിനെ തുടർന്നുണ്ടെങ്കിൽ അവന് 40 വർഷം ഉണ്ടെങ്കിൽ ജയിലിൽ കിടക്കാനുള്ള ശിക്ഷയും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നിനക്ക് പരോളൊക്കെ കിട്ടും. പക്ഷേ അതുകൊണ്ടെങ്കിൽ 33 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നാണ് പറയുന്നത്. സോ അങ്ങനെ അവന് ശിക്ഷയും കിട്ടുന്നുണ്ട്. നിങ്ങൾ ഈ കഥയെപ്പറ്റി എന്ത് വിചാരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക.
നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. എന്നാലും ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. താങ്ക് യു.